ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ ജമ്മു കാശ്മീരിനെതിരെ മുഹമ്മദ് ഷമിയുടെ തേരോട്ടം. നമുക്കറിയാം, മുഹമ്മദ് ഷമി പലപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പല കാരണങ്ങളാൽ ഇന്ത്യൻ ടീമിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുള്ള കളിക്കാരനാണ്. എന്നാൽ മുഹമ്മദ് ഷമി ഗ്രൗണ്ടിലെത്തിയപ്പോഴെല്ലാം മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആഭ്യന്തര ക്രിക്കറ്റിലും അതിന് മാറ്റമൊന്നുമില്ല. പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലുമെല്ലാം രഞ്ജി ട്രോഫിയിൽ അത്യുജ്വല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ 2 ഇന്നിങ്സുകളിലുമായി 7 വിക്കറ്റ് നേട്ടം കൊണ്ട് കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷമി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ 50 അടിച്ചുകൊണ്ട് ബാറ്റ് കൊണ്ടും ഷമി തിളങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ ബംഗാളിന് വേണ്ടി സെമി ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ ഒരൊറ്റ ഇന്നിങ്സിൽ 8 വിക്കറ്റുകളാണ് മുഹമ്മദ് ഷമി നേടിയത്. ഷമിയുടെ പ്രതികാരം, പല കാരണങ്ങളാൽ തന്നെ ടീമിന് പുറത്തു നിർത്തുന്ന, തന്നെ തഴയുന്ന സെലക്ടർമാരോടുള്ള പ്രതികാരം എന്ന് വേണം പറയാൻ. ജമ്മു കാശ്മീരിനെതിരെ നേടിയ 8 വിക്കറ്റുകളിൽ 2 ക്ലീൻ ബൗൾഡുകൾ, 2 LBW, 4 ക്യാച്ച് വിക്കറ്റുകൾ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ബംഗാൾ ആദ്യ ഇന്നിങ്സിൽ നേടിയത് 328 റൺസ്. ജമ്മു കാശ്മീരിൻ്റെ ഇന്നിങ്സ് ഷമിയുടെ 8 വിക്കറ്റ് പ്രകടനത്തിൽ 302 അവസാനിപ്പിക്കാൻ ബംഗാളിന് കഴിഞ്ഞു. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിനിറങ്ങിയ ബംഗാളിനെ എറിഞ്ഞ് തരിപ്പണമാക്കിയിരിക്കുന്നു ജമ്മു കാശ്മീർ. വെറും 99 റൺസിനാണ് ബംഗാളിനെ പുറത്താക്കിയത്. ജമ്മു കാശ്മീരിന് ഇനി ഈ സെമി ഫൈനലും കടന്ന് ഫൈനലിലേക്ക് മുന്നേറാൻ 125 റൺസാണ് നേടേണ്ടത്. 2 വിക്കറ്റ് നഷ്ടത്തിൽ നിലവിൽ ഇപ്പോൾ 44 റൺസ് നേടിയിരിക്കുന്നു ജമ്മു കാശ്മീർ. സെക്കൻഡ് ഇന്നിങ്സിൽ കൂടി ജമ്മു കാശ്മീരിനെതിരെ മുഹമ്മദ് ഷമിയുടെ മികവാർന്നൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായും ബംഗാളിന് ഫൈനലിലേക്ക് മുന്നേറാൻ സാധിക്കും. പക്ഷേ 8 വിക്കറ്റുകൾ ശേഷിക്കെ ജമ്മു കാശ്മീരിന് വേണ്ടത് വെറും 85 റൺസ് മാത്രമാണ്. ആര് ഫൈനലിലേക്ക് മുന്നേറിയാലും ഇത് മുഹമ്മദ് ഷമിയുടെ പ്രതികാരം തന്നെയാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് പുറത്തു നിർത്തിയവരോടുള്ള ഷമിയുടെ വേറിട്ടൊരു പ്രതികാരം, അതിൻ്റെ ഇരകൾ ഇന്ന് ജമ്മു കാശ്മീരായി എന്ന് മാത്രം. തൽക്കാലം വിട. വീണ്ടും ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.